അപ്പൊ നമ്മുടെ കേരള പര്യടനം കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് എത്തുകയാണ്. 2500 കിലോമീറ്ററിൽ അധികം ഞങ്ങൾ യാത്ര ചെയ്ത്. എനിക്കിപ്പോ പ്രതിപക്ഷ നേതാവ് വിചാരിക്കുകയാണ്, ഞങ്ങൾ കേരളം മൊത്തം യാത്ര ചെയ്തു. നല്ല ഫൈറ്റ് ഉണ്ട്. ഇത്തവണത്തെ ഒരു പ്രതീക്ഷ എന്താവും? UDF വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. UDFന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവുണ്ടാവും. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഈ സർക്കാരിനെ അതിഭയങ്കരമായി ജനങ്ങൾ വെറുത്തു. 2, ഞങ്ങൾ പതിവിൽ കവിഞ്ഞ മുന്നൊരുക്കം നടത്തി. കേരളം മുഴുവൻ ഞങ്ങൾ വാർഡ് കമ്മിറ്റിയും ഡിവിഷൻ കമ്മിറ്റി ഉണ്ടായി. ഞങ്ങൾ വോട്ടർ പട്ടികയിൽ നന്നായി പേര് ചേർത്തു. ഞങ്ങൾ 95% വീടുകളിലും ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. 4 റൗണ്ട് വർക്ക് നടത്തി മിഷൻ 25 എന്നുള്ള പ്രവർത്തനം നടത്തിയ ആത്മവിശ്വാസം കൂടി ഞങ്ങൾക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട സെറ്റ് ചെയ്തത് ഭരണപക്ഷമല്ല, പ്രതിപക്ഷമാണ്. ഒന്നാമത്തെ വിഷയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. പിന്നെ ഗവൺമെന്റിനെതിരായി ഞങ്ങൾ സമർപ്പിച്ച കുറ്റപത്രം, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, കാർഷിക മേഖല, സമ്പദ് വ്യവസ്ഥ തകർത്ത് തരിപ്പണമായി. അതെല്ലാം ജനങ്ങൾ ഒരു കോടതിയിൽ വിചാരണ ചെയ്യുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സർക്കാരിന് വിചാരണ ചെയ്യും. ഇനി ഗവൺമെന്റിനെ ഒരു വശത്ത് കുറ്റപ്പെടുത്തുമ്പോൾ തന്നെ മറുവശത്ത് ഞങ്ങൾ ഇതിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കൃത്യമായ പദ്ധതികളും പരിപാടികളും ഉണ്ട്. അത് ഞങ്ങൾ മാനിഫെസ്റ്റോയിലൂടെ ഞങ്ങൾ വീടുകളിൽ എത്തിച്ചിട്ടുണ്ട്. ജനങ്ങൾ സാധാരണ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. അതെല്ലാം ഞങ്ങൾ റേസ് ചെയ്തിട്ടുണ്ട്. കേരളം ഇതുവരെ കാണാത്ത വലിയ കടക്കണിയാണ്. 6 ലക്ഷം കോടി രൂപയുടെ ഇതാണ് തലയിൽ കെട്ടിവെക്കുന്നത്. നേരത്തെ ബുള്ളറ്റ് ഓടിക്കാറുണ്ടായിരുന്നോ? ഞാൻ ബുള്ളറ്റ് ഓടിച്ചിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിരുന്നത് ഒരു ജാവയാണ്, പഴയ SD ബൈക്കാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. കോളേജിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അതായിരുന്നു കൂടുതൽ സമയം ഉണ്ടായിരുന്നത്. കാറ് വാങ്ങിക്കുന്നത് ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. 2500 കിലോമീറ്റർ യാത്ര എന്ന് പറയുന്നത് ഒരു അനുഭവങ്ങൾ കൂടി നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എന്നേക്കാൾ നന്നായി നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലായി കാണും. പറയണ്ട, നിങ്ങളത് പറയാൻ പാടില്ല. എന്നാലും നന്നായി മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിപ്പോൾ ഒരു അസൂയ നിങ്ങളോട് രണ്ടുപേരോടും തോന്നുകയാണ്. ഈ 2500 കിലോമീറ്റർ ഒരു ബുള്ളറ്റിൽ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ കൊതിപ്പിക്കുന്ന ഒരു അനുഭവമാണ് തീർച്ചയായിട്ടും കേരളത്തിൽ. അത് പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പ് കാലം. ഇപ്പം LDF ഒരുക്കിയതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാണോ രാഹുൽ എന്ന വാരിക്കുഴി? ആ തീയിലേക്ക് UDF ഒന്ന് വീണുപോയോ? ഒന്നുമില്ല. ഞങ്ങളുടെ മുമ്പിൽ ഒരു വിഷയം വന്നപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കാത്ത മാതൃകാപരമായ നടപടികൾ എടുത്തതിന്റെ അഭിമാനത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങളത് എടുത്തോടുകൂടി വെള്ളത്തിലായത്, വാരിക്കുഴിയിലായത്, പ്രതിരോധത്തിലായത് കേരളത്തിലെ CPM. ഞാൻ ആദ്യം പറഞ്ഞത് AKG സെന്ററിൽ സ്ത്രീകൾ അയച്ച പരാതികളൊക്കെ മാറാല പിടിച്ച് കിടക്കുക വർഷങ്ങൾ. അതൊക്കെ ഇവർ പാർട്ടി കോടതിയിലാണ് തീർത്തത്. ഞങ്ങൾക്കൊരു പരാതി വന്നപ്പോൾ KPC പ്രസിഡന്റ് എന്ത് ചെയ്ത് DGPക്ക് ഫോർവേഡ് ചെയ്ത് വിത്തിൻ 1 hour, 1 മണിക്കൂറിനാണ്. അതാണ് കോൺഗ്രസ് CPM നമ്മൾ വ്യത്യാസം. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊപ്പം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ ഇങ്ങനെ വഴിവിട്ട് കാര്യങ്ങൾ ചെയ്തു എന്നറിയുമ്പോൾ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ചങ്കുപൊട്ടിക്കൊണ്ടുള്ള ചില തീരുമാനങ്ങൾ, പക്ഷെ ആ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ തീരുമാനം ഞാൻ കാരണമോ വേറെ ഏതെങ്കിലും നേതാക്കൾ കാരണമോ എൻ്റെ പാർട്ടിയുടെ ഇതൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ പാടില്ല. അതിരപ്പള്ളിയിൽ കാട്ടാന ശല്യമാണെങ്കിൽ കുട്ടനാട്ടിൽ കർഷകരുടെ നെല്ല് സംഭരണത്തിന്റെ പണം കിട്ടാത്ത പ്രശ്നം, അട്ടപ്പാടിയിൽ അവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള തുക വളരെ കുറവാണ്. ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നതാണ്. ഞങ്ങളുടെ കുറ്റപത്രത്തിൽ വളരെ വ്യക്തമായി ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറയുന്നത്. ഇന്ത്യയിൽ ഞാൻ പറയുന്നു, ഈ സമീപകാലത്ത് ഇതുപോലെ ജനകീയ പ്രശ്നങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്ന ഒരു പ്രതിപക്ഷ ഈ രാജ്യത്തിൽ ഞങ്ങൾ അഭിമാനത്തോടെ പറയാം. ഞാൻ ഈ യാത്രയിൽ M മുകേഷിനെയും കണ്ടിരുന്നു. UDF ഏറ്റവും കൂടുതൽ രാജിവെക്കണം അല്ലെങ്കിൽ MLA സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് പറയുന്ന M മുകേഷിനെ കുറിച്ചാണല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അടുത്ത വട്ടം സ്ഥാനാർത്ഥിയാകാൻ എന്നോട് എതിർപക്ഷത്തുള്ള നേതാക്കൾ പോലും നിർബന്ധിക്കുന്നുണ്ട്. എതിർപക്ഷത്തുള്ളവർ ഉറപ്പായിട്ട് നിർബന്ധിക്കും, കാരണം അപ്പൊ അവർക്ക് എളുപ്പമായത്. അപ്പൊ താങ്ക് യു. ഞങ്ങളുടെ യാത്ര ഇതും കൂടെ അവസാനിപ്പിച്ച് ഞങ്ങൾ തൽക്കാലം ഈ കാലിക്കറ്റിലേക്ക്. ഇതൊരു ഗംഭീരമായ അനുഭവമാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, കൊതിപ്പിക്കുന്ന അനുഭവം. താങ്ക് യു.